കേരള തീരത്തിന് സമീപം തീപിടുത്തമുണ്ടായ വാൻഹായ് കപ്പലിൻ്റെ ഉള്ളറകളിലെ വെള്ളം പകുതിയിലേറെ വറ്റിച്ചുവെന്ന വാർത്തയുണ്ട്. കപ്പൽ മുങ്ങാനുള്ള സാധ്യത ഇനി ഇല്ലെന്നാണ് ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് അറിയിക്കുന്നത്. കാണാതായ 4 ജീവനക്കാർക്കായി ഇന്നും പരിശോധന തുടരും. റാഫി കരീം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. റാഫി, ഗുഡ് മോർണിംഗ്. റാഫി, എന്തായാലും കപ്പലിനി മുങ്ങില്ല എന്ന് ഉറപ്പിക്കാമോ? തീർച്ചയായും ഇനി വാൻഹായ് 503 കപ്പൽ മുങ്ങില്ല എന്നുള്ളതാണ് ഡയറക്ടർ. കപ്പലിലെ 7 മീറ്ററോളം ഉയരത്തിലുണ്ടായിരുന്ന വെള്ളം കപ്പലിനകത്ത് നിന്ന് ഇതിനോടകം തന്നെ വാൻഹായ് കപ്പലിലെ 3.5 മീറ്ററോളം ഉയരത്തിൽ വെള്ളം പുറത്തേക്ക് കളയാൻ കഴിഞ്ഞിരിക്കുന്നത്. എഞ്ചിൻ റൂമിന്റെ അകത്ത് നിന്നും വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി കപ്പൽ മുങ്ങാനുള്ള സാധ്യത പൂർണ്ണമായും അവസാനിച്ചു എന്നുള്ളതാണ് DG ഷിപ്പിംഗ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ 14 അംഗ സംഘം കപ്പലിനകത്ത് പരിശോധന നടത്തിയിരുന്നു. ഇതിൽ കപ്പലിന്റെ തകരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഈ സംഘം പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലെ ഈ കാണാതായ 4 പേരെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. കപ്പലിലെ ജീവനക്കാരായ 4 പേരെ കാണാതായിട്ടുണ്ട്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ ഇന്നും തുടരുമെന്നുള്ളതാണ് DG ഷിപ്പിംഗ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ കപ്പലിൽ തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണം സംബന്ധിച്ചുള്ള പരിശോധനകളും നടക്കുന്നുണ്ട്. കപ്പലിലെ DVR പരിശോധിക്കുന്നുണ്ട്. DVRൽ നിന്നുള്ള വിവരങ്ങൾ ഇന്നലെ പരിശോധിച്ചതിൽ നിന്ന് ഈ കപ്പലിൽ തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്നാൽ ചില അനുമാനങ്ങളിലേക്ക് ഈ കപ്പൽ കമ്പനി എത്തിയിരിക്കുന്നത് രാസപ്രതി പ്രവർത്തനം നടന്നതാവാം ഒരു പക്ഷേ തീപിടിക്കാനുള്ള ഒരു കാരണം എന്നുള്ളതാണ്. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്.